ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 6:45 ആയപ്പോൾ തന്നെ എണീറ്റായിട്ട് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഇവിടെയുള്ള ആരോ ക്വാർട്ടേഴ്സിൽ ഒരു ഫയൽ കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഏട്ടൻ നേരത്തെ എണീറ്റിട്ട് അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 6:45 ആകുമ്പോൾ തന്നെ നല്ല വെളിച്ചമാവും കേട്ടോ. ഇപ്പോൾ വൈകുന്നേരവും ഒരു 7 മണിക്കൊക്കെ നല്ല വെളിച്ചമുണ്ടാവും. ഇതേപോലെ വെളിച്ചമുണ്ടാവും വൈകുന്നേരം 7 മണിക്കൊക്കെ. കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ രാത്രിയാവുക. അങ്ങനെ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് കിടന്നു കേട്ടോ. അവൾ നല്ല ഉറക്കമാണ്. രാത്രി തീരെ ഉറങ്ങത്തില്ല. ചൂടായതിനെ കൊണ്ടാന്ന് തോന്നുന്നു. കൂളറിൻ്റെ സൗണ്ട് കൊണ്ട് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. കൂളറിന് ഭയങ്കര സൗണ്ടാണ്. വെള്ളം ഒഴിക്കുമ്പം സൗണ്ട് കൂടുതലാണ്. വെള്ളം ഒഴിക്കാണ്ട് വെറും ഫാന് മാത്രമാക്കുമ്പം അത്ര സൗണ്ടില്ല. പക്ഷേ എങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ രാവിലെ ചായേൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് നൂൽപുട്ടും ഗ്രീൻ പീസിൻ്റെ കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ തീരാറായിട്ടുണ്ട്. ഇപ്പം ഡെയിലി ഈ പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് പൊടി പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്ലൈറ്റിൽ വന്നതിനെ കൊണ്ട് തന്നെ അധികം പൊടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 കിലോ 2.5 3 കിലോൻ്റെ അടുത്ത് ഒക്കെ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ ഈ ഒരു അരിപ്പൊടി. അല്ലാണ്ട് ഒത്തിരി പുട്ടിന് വേറെയും പത്തിരിക്ക് വേറെയും അങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെങ്കിലും എനിക്ക് ഈ ഒരു ബാഗൊക്കെ എടുത്ത് നടക്കാനുള്ളൊരു പ്രയാസം കൊണ്ടൊക്കെ അങ്ങനെ ഞാൻ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസിൻ്റെ അകത്തേക്ക് തക്കാളിയും ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊന്ന് കുഴച്ച് വെച്ചതിന് തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചതിനെ കൊണ്ട് തന്നെ കൈ കൊണ്ട് തൊടാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ഒരു ചൂടൊന്ന് തണിയുന്നവരെ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നൂൽപുട്ടിൻ്റെ ഈ ഒരു സംഭവമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ഒന്നും ഞാൻ പോയാൽ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയപ്പം ഏട്ടൻ ഇങ്ങോട്ട് ഒരു 35 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 35 ദിവസമാണ് ഞങ്ങൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ തിരിച്ചു വരുമ്പം ഏട്ടൻ ഒറ്റയ്ക്ക് വരണ്ടേ വിചാരിച്ചിട്ട് എൻ്റെ മാമനും കൂടെ ഏട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേങ്കിൽ ഇവർ രണ്ടുപേരും രാവിലെ ചായക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി ദിവസമൊക്കെ ചെറുപയറും കഞ്ഞിയായിരുന്നു. ഇങ്ങനത്തെ നൂൽപുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏട്ടൻ ചായയൊക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ. ഏട്ടൻ പോകുമ്പം അവളുണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. ഞായറാഴ്ച അവളെയും കൂടെ അവിടെ ജോലി സ്ഥലത്തേക്ക് ഞായറാഴ്ച ഏട്ടന് സാധാരണ ഓഫാണ് ഉണ്ടാവാറ്. അപ്പം ഈ ഒരു ഞായറാഴ്ച അവളെയും കൂടെ കൂട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോരട്ടോ ഒപ്പം ഡ്യൂട്ടിക്ക് എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഞായറാഴ്ച എൻ്റെ കൂടെ വരാമെന്ന്. അങ്ങനെ പിന്നെ അവളെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ മുടി എപ്പോഴും മുന്നോട്ട് കണ്ണിലേക്ക് വീണുകൊണ്ടിരിക്കും. പിന്നെ ഒരു മുടി കെട്ടുന്നെങ്കിൽ ശീലാക്കിയാൽ ഡെയിലി മുടി കെട്ടിത്താന്ന് പറഞ്ഞെങ്കിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനും ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. എൻ്റെ മുടി വെട്ടിയപ്പോൾ നല്ലോണം അങ്ങ് കുറഞ്ഞു പോയിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെന്നോട് ചോദിച്ചിട്ടാണ് വെട്ടിയത്. പക്ഷേങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തത് ഇത്ര വെട്ടിക്കോ പറഞ്ഞു. പക്ഷേങ്കിൽ കുറച്ച് അധികമായി പോയ പോലെ ഉണ്ട്. പിന്നെ ഞാൻ 2 ഭാഗവും കുറച്ച് വെട്ടിയതിനെ കൊണ്ട് ബാക്കിൽ നല്ല രീതിക്ക് ഉള്ളില്ലാത്ത പോലെ ഉണ്ട്. ഉള്ളില്ലായിട്ടല്ല, പക്ഷേങ്കിൽ 2 ഭാഗവും വെട്ടിയതിനെ കൊണ്ട് അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ആ വെട്ടിയത് കുറച്ച് നീണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ഫ്ലാക്സ് സീഡ് മാത്രമാണ്. നാട്ടിലായപ്പം താളി തേച്ചിട്ട് ആയുധം കുളിക്കൽ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് മാത്രമാണ് തേക്കൽ. ഫ്ലാക്സ് സീഡ് തേച്ചാൽ തലയ്ക്ക് ഈ ഒരു ചൂട് സമയത്ത് അതിനെ കൊണ്ട് തന്നെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ട് ബാക്കി ചോറിൻ്റെ പരിപാടി നോക്കണം. ഇന്ന് സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചു. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പച്ചക്കറി മാർക്കറ്റിൽ പോയപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ചൂടായതിനെ കൊണ്ട് തന്നെ ഈ ഒരു മുരിങ്ങക്കായൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് ചുക്കിപ്പോവും. അപ്പം വിചാരിച്ചു സാമ്പാർ വയ്ക്കാമെന്ന്. അപ്പോൾ നൂൽപുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു പാത്രമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വേണം. ഇവിടെ ആകെ ഒരു കുക്കറുള്ളൂ. ഞാൻ വിചാരിച്ചു കുക്കർ ഞാൻ വാങ്ങാണ്ടിരുന്ന എങ്ങാനും പോസ്റ്റിങ് പോകുമ്പം എല്ലാ പാത്രവും കെട്ടിപ്പോകണ്ടേ, അതുകൊണ്ട് പുതിയ സ്ഥലത്ത് പോയിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ്.
ഇനിയിപ്പം പോസ്റ്റിംഗ് ഇല്ലാത്തതിനെ കൊണ്ട് ഒരു ചെറിയ കുക്കറും കൂടെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നത്. കാരണം ഈ ഒരൊറ്റ കുക്കറേ ഇവിടെ ഉള്ളൂ. പിന്നെ ഞാൻ തലേദിവസം ആക്കി വെച്ചിട്ടുള്ള തൈരൊക്കെ ഇപ്പോൾ ചൂടായതിനെ കൊണ്ട് തൈരൊക്കെ നല്ല രീതിക്ക് കറക്റ്റായിട്ട് ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാറിനേക്കുള്ള തേങ്ങ രാഗിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉലുവയും 2 മണി കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഏട്ടൻ്റെ അമ്മ എന്നാണ് കേട്ടോ. വീട്ടിൽ ഒത്തിരി കുരുമുളക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചിട്ടില്ലായിരുന്നു. ഉള്ളത് അമ്മ കെട്ടിയിട്ട് തന്നതാണ് കേട്ടോ. അങ്ങനെ കുരുമുളക്, എനിക്കാണെങ്കിൽ കുരുമുളക് പെട്ടെന്ന് തീർന്നു പോകും. ഞാൻ എന്തുണ്ടാക്കുന്നോ അതിൻ്റെ അകത്തൊക്കെ കുരുമുളക് ഇടും. അതുകൊണ്ട് എനിക്ക് കുരുമുളക് പെട്ടെന്ന് തീർന്നു പോകും. കുരുമുളകിനാണെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റാത്ത പൈസയാണ്. അപ്പം അമ്മ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കുരുമുളകിൻ്റെ വള്ളിയൊന്നുമില്ല. പക്ഷേങ്കിൽ അമ്മയ്ക്ക് ആരോ കൊടുത്തതാണ്. അമ്മ അതിൽ നിന്ന് കുറച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തേങ്ങ വറക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ബീട്രൂട്ട് ഇരിപ്പുണ്ട്. അപ്പം ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും പിന്നെ തൈരും ആക്കി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ്റെ ചോറ് അവിടെ സെറ്റാവും. പിന്നെ മാങ്ങ ഉപ്പിലിട്ടതും അച്ചാറും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നോക്കണം. പിന്നെ ഇപ്പോൾ അവർ അപ്പുറത്തെ വീട്ടിലുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർ ഔട്ടായി വിടുന്നതെന്ന്. അപ്പോൾ അവർക്ക് ബോംബെയിലേക്കാണ് പോസ്റ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരിന്ന് ഈ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പല്ലവി എന്നാണ് കേട്ടോ അടുത്ത വീട്ടിലെ അവരെ പേര്. ഞാൻ പല്ലവി അക്ക എന്നാണ് വിളിക്കുക. അവരൊന്ന് വീട്ടിലൊറ്റയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് കുറേ സമയം കഥയൊക്കെ പറയാൻ വരും. എനിക്കിഷ്ടം അവരുടെ കൂടെ ഇരുന്നിട്ട് കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഈ ഒരു മസൂർ ദാൽ അതിനെക്കൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഞാൻ ആ പരിപ്പിൻ്റെ കൂടെ തന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക ഇട്ടിട്ടില്ല. വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ സാമ്പാർ നല്ല കൊഴുത്ത് പോകും. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക വേറെ വാട്ടിയിട്ടാണ് ഇതിൽ ചേർക്കുക കേട്ടോ. ഈ ഒരു പുളിവെള്ളം ഒഴിക്കുമ്പം വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കും. ഇല്ലെങ്കിൽ വെണ്ടയ്ക്കേൻ്റെ കാണാനേ ഉണ്ടാകത്തില്ല. സാമ്പാറിൽ മാത്രമല്ല സാമ്പാറിനൊരു കൊഴുപ്പായിരിക്കും. അപ്പോൾ ഇപ്പം ചൂടായതിനെ കൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല കൊഴുത്തിട്ടുള്ള സാമ്പാറായിരിക്കും. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക വേറെ ഇട്ടതാണ് കേട്ടോ. സാമ്പാറായിട്ടുണ്ട്. അതിലേക്ക് വറവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളകൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കടുക് മാത്രം വറവ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ചൂട് സമയത്തായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ജ്യൂസോ ഉച്ചയ്ക്ക് ഈ ഒരു ചോറ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങയും ചിയാ സീഡ്സും കൂടെ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നേ. അപ്പം ഇന്ന് രാവിലെ ഏട്ടൻ പോയിട്ട് മോര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മോര് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. ഉച്ചയ്ക്കൊക്കെ ആവും ഭയങ്കര ചൂടല്ലേ, മോര് കലക്കിയിട്ട് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഏട്ടന് കൊടുക്കാൻ. അപ്പം ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 10 മണിക്ക് ഇപ്പം മോര് കലക്കിയിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഫ്രീസായിട്ട് കിട്ടും. അപ്പോൾ അത് ഫ്ലാസ്കിലേക്കൊക്കെ ഇട്ടിട്ട് ഏട്ടന് കൊടുക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്ക് നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചതച്ചിട്ട് മോരും കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു സംഭാരം പോലെ ഒന്ന് കലക്കിയിട്ടുണ്ട്. എന്നിത് നേരെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് കുറച്ച് കട്ടിക്കായിട്ട് വരുമല്ലോ. അത് എന്നിട്ട് ഇവിടെ എൻ്റെ അനിയെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലായിരുന്നു അവൻ ഇവിടെ കൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടുന്ന് എന്തോ ഒരു മത്സരത്തിന് ഒരു ഫ്ലാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നല്ല തണുപ്പൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് എടുത്താൽ ഒരു 3-4 നല്ല കുറേ ടൈം ആ ഒരു തണുപ്പ് അതിൽ തന്നെ ഉണ്ടാവും. ചൂടാണെങ്കിലും ആ ഒരു ചൂടും നല്ല ചൂടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിലൊക്കെ ലീവിനൊക്കെ പോകുന്നതിനെ കൊണ്ടാവും പറഞ്ഞു ഇത് നീ വെച്ചോ, എനിക്കിത് ഉപകാരമാവും. അങ്ങനെ ട്രെയിനിലൊക്കെ വരുമ്പോൾ അന്ന് മോള് ചെറുതായിരുന്നല്ലോ. അപ്പോൾ അവൾക്ക് ഇതാവുന്ന എനിക്ക് ഗ്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം വരും. പിന്നെ ഞാൻ അധികം അങ്ങനെ ആലോചിക്കാൻ നിന്നാൽ പിന്നെ എന്താ പറയുക ഒരറ്റം കിട്ടത്തില്ല. ഓ അമ്മയുടെ പൊന്നെ എന്താ ചെയ്യുന്നേ? ഇതെന്താ ചെയ്യുന്നേ? ചുമ്മാ വാവ്, ഇത് മോള് ചെയ്തതാ? സൂപ്പർ ആയിക്കല്ലോ. അന്നത് ലിപ്സ്റ്റിക്കാ?
വാവ് സൂപ്പർ. അത് വെയിലത്ത് വെക്കണേ, ബുക്ക് വെയിലത്ത് വെക്കണേ ട്ടോ. ഉണ്ട്. വെയിലില്ല? വെയിലുണ്ടോ? വെയിലുണ്ടോ? വെയിൽ വന്നിട്ട് വെക്കാം കേട്ടോ. വെയിൽ വന്നിട്ട് വെക്കാം. വെയിൽ വന്നിട്ട് വെക്കാം. ആ പൗഡർ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചുവപ്പ് കണ്ടുള്ള പോക്സ് ഇങ്ങോട്ട് വാ. ആ ആ ആ ആ ആ ആ ഇനി എന്താ മനസ്സിലാക്കിയത്? ഇതെന്നാ പൗഡറൊക്കെ വെള്ളത്തിലിടുന്നേ? ഞാൻ വിളിക്കുവേ. ഞാൻ കുട്ടികളെ പിടിയന്മാരെ വിളിച്ചിട്ട് എന്നെ കൊണ്ടുപോടുന്ന് പറയും. ആ ഇനി പിച്ചണ്ട. എന്ത്? ആ വേണ്ട. അങ്ങനെ ഏട്ടനുള്ള ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഏട്ടൻ വരുമ്പം ചോറിൻ്റെ ആ ഒരു പാത്രം എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. പാത്രവും ആ ഒരു കിറ്റൊന്നും, പാത്രത്തിൻ്റെ കിറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെയുള്ള പാത്രങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാട്ടോ. ഇന്ന് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചോറും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ കറി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പാത്രമൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ലീവിനൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ ഭക്ഷണം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൽ ഞാനെല്ലാം കൂടെ കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചാറും മാങ്ങയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം ഇത് അരിച്ചിട്ട് വെക്കാൻ മറന്നുപോയി. അപ്പോൾ കട്ടയായതിനെ കൊണ്ട് തന്നെ ഇത് ഇനി അരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മുളകൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഒരു ഫ്ലാസ്കിലേക്ക് കട്ടയോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഫ്രിഡ്ജിൽ വെക്കുമ്പം ഇത് അരിച്ചിട്ടായിരുന്നു വെക്കേണ്ടത്. എൻ്റെ അടുത്ത് അരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അങ്ങനെ ഞാൻ ഈ ഒരു ഫ്ലാസ്ക്കാണ് കേട്ടോ എനിക്ക് തന്നിട്ടുള്ളത്. നല്ല തണുപ്പുണ്ടാവും. ഇതിപ്പോൾ ഏട്ടനെ അവിടേക്ക് 1 മണിക്കൂറുണ്ട് ഇവിടുന്ന്. ആ ഒരു മണിക്കൂറൊക്കെ ഈ ഒരു കട്ടയൊക്കെ ഇതേപോലെ തന്നെ ഇടും. പെട്ടെന്നൊന്നും അലിഞ്ഞ് തീരത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് അലിഞ്ഞ് വരുമ്പം ഇതിൽ ഉപ്പ് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കുപ്പിയിൽ, കുഞ്ഞു കുപ്പി ഉണ്ടായിരുന്നേ, ഈസ്റ്റിൻ്റെ കുപ്പി ആയിട്ടാണ്, അതിൽ കുറച്ച് പൊടിയുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവുകയാണേ. ഒറ്റയ്ക്ക് കൂടെ അമ്മ വരുന്നില്ല. വേണ്ട വേണ്ട വേണ്ട. എവിടെ പോന്നാ? നടക്കല്ല, ഇങ്ങോട്ടേക്ക് വാ, അരിക്കേക്ക് വാ. വെയിലില്ലാത്ത സ്ഥലത്തൂടെ നടക്ക്, വെയിലില്ലാത്ത സ്ഥലത്തൂടെ നടക്ക്. ഇന്ന് രാവിലെ വേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റ് പുറത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും കൂടെ താഴോട്ട് എടുത്തിട്ടുണ്ട്. ബസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഡ്രൈവറുടെ കയ്യിൽ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വേസ്റ്റൊക്കെ ഇതിൽ തട്ടിയിട്ട് വേണം മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ചുക്കുട്ടി പാട്ടുപാട്. ഉടുപ്പ് താത്ത എന്ത് സാധനോ? എനിക്ക് ചീച്ചി. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പിന്നെ അവൾക്ക് മുത്താറി, നമ്മുടെ റാഗിയില്ലേ, റാഗി കുടിക്കും കുഞ്ഞ്. അപ്പം റാഗി ഒന്ന് കുറച്ച് ശർക്കരയും അതേപോലെ തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടൊന്ന് കാച്ചി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തണിഞ്ഞിട്ട് ഇവൾക്ക് കൊടുക്കണം. ഇവൾക്ക് കൊടുത്തിട്ട് ഇവളെ കുളിപ്പിച്ചിട്ട് ഇവളെ ഉറക്കണം. എന്നിട്ട് വേണം എനിക്ക് അകൊക്കെ ഒന്ന് തുടയ്ക്കാനും അതേപോലെ കുറച്ച് തിരുമ്പിയിടാനൊക്കെ ഉണ്ട്. അപ്പോൾ തിരുമ്പിയിടണം.
പിന്നെ ഞാൻ വെയിലൊക്കെ പോയിട്ടാണ് തിരുമ്പോൾ ഇല്ലെങ്കിലല്ലേ നല്ല വെയിലുള്ളതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തുണിയൊക്കെ നരച്ച് പോകുന്നുണ്ട്. അപ്പം ഞാൻ വെയിലൊക്കെ പോയി ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴൊക്കെയാണ് ഒന്ന് തുണിയൊക്കെ ഒന്ന് അലക്കിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുക. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ആരോ അതിലിന് മുട്ടെന്ന് വെച്ചായിട്ട് ഞാൻ വിചാരിച്ചു ഞാനൊന്നും ഓർഡറൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഈ ഏട്ടൻ അവിടുന്ന് 2 ബർഗർ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓർഡർ ചെയ്ത് തന്നിട്ടുള്ളത്. മറ്റു വീട്ടിലേക്ക് ഇങ്ങനെയൊന്നും ഓർഡർ ചെയ്ത് തരലൊന്നുമില്ല. ബർഗർ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നാട്ടിലായപ്പോൾ കഴിക്കുന്നതല്ലാണ്ട് ഇവിടുന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഈ ഒരു ബർഗറൊക്കെ തിന്നു. അവൾക്ക് ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇതെന്താ അമ്മയെന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ അവളെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. ഇനി അവളെ ഒന്ന് ഉറക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ